ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഹോംവർക്ക് ചെയ്തു തോന്നുന്നു. ചെയ്തായിരുന്നോ ഹോംവർക്ക്? ഓക്കെ. പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് സോൾവിങ് ആൻ ഇക്വേഷൻ. മിസ് ഞാൻ ഹോംവർക്ക് ചെയ്തായിരുന്നു മിസ്. അയച്ചു ക്ലാസ് കഴിഞ്ഞാൽ അയച്ചുതരാം. ഞാൻ ചെയ്തതാ. ഓക്കെ. ഇതില് rules for solving an equation by using properties of operation. Page number 92. Solving an equation എന്ന് വെച്ചാല് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിലെ വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ, അതിന്റെ വാല്യൂ വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ. ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ലേ? ആണോ? എന്നാ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും. ഒരു കാര്യം ചെയ്യാം, solving an equation essentially means finding a value of the variable which satisfies the equation. Solving an equation എന്ന് വെച്ചാല് നമുക്ക് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതാണ് ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ. കുറച്ച് റൂൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ, the same number can be added to both sides of the equation. ഇക്വേഷനിൽ നമുക്ക് രണ്ട് സൈഡ്സ് ഉണ്ട് അല്ലേ? റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്. രണ്ട് സൈഡിലും നമുക്ക് സെയിം നമ്പർ ആഡ് ചെയ്യാം. അതായത് വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി സെയിം നമ്പർ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്താലും ആ ഇക്വേഷനിൽ ചേഞ്ച് വരില്ല. സെക്കൻഡ് വൺ, സെയിം നമ്പർ ക്യാൻ ബി സബ്ട്രാക്റ്റഡ് from both sides of the equation. എന്ത് ചെയ്യാം? ഇതേപോലെ തന്നെ നമുക്ക് സെയിം നമ്പർ, ഒരേ നമ്പർ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിനും റൈറ്റ് ഹാൻഡ് സൈഡിനും സബ്ട്രാക്റ്റും ചെയ്യാം. സബ്ട്രാക്ട് ചെയ്താലും ആ ഇക്വേഷനിൽ മാറ്റം വരില്ല. നെക്സ്റ്റ് തേർഡ് വൺ, both sides of the equation can be multiplied by the same non-zero number. LHSും RHSും എന്ത് ചെയ്യാൻ പറ്റും? സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സെയിം നമ്പർ എന്ന് വെച്ചാല് നോൺ സീറോ നമ്പർ ആയിരിക്കാം. അതായത് സീറോ അല്ലാത്ത നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് ഇക്വേഷനിൽ വ്യത്യാസം വരില്ല. നെക്സ്റ്റ് ഫോർത്ത് വൺ, both sides of the equation can be divided by the same non-zero number. ബോത്ത് സൈഡ് LHSും RHSും നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലോ അതിന്റെ വാല്യൂ, അതായത് നോൺ സീറോ നമ്പർ ആയിരിക്കണം. സീറോ ഒഴികെയുള്ള നമ്പർ ഏത് നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഇക്വേഷനിൽ വ്യത്യാസം വരില്ല. സോൾവ് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ 5, solve x minus 4 equal to 7 and verify the result. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യാം? സോൾവ് x minus 4 equal to 7. സോൾവ് x minus 4 equal to 7 എന്ന് വെച്ചാൽ ആ ഇക്വേഷനിൽ x minus 4 equal to 7 എന്ന് പറയുന്ന ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സിന്റെ വാല്യൂ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നമ്മൾ ഈ പറഞ്ഞ 4 പ്രോപ്പർട്ടീസ് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. x minus 4 equal to 7. ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കണ്ടേ? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ
എന്ത് ചെയ്താൽ മതി? ഈ LHS സൈഡിൽ എക്സ് മാത്രം വരുന്ന രീതിയിൽ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യാന്ന് വെച്ചാല് ഇവിടെ എക്സ് മാത്രം വരണം. LHS എക്സ് മാത്രം വരണമെങ്കിൽ എക്സിന്റെ കൂടെ ഇവിടെ -4 ഉണ്ട് അല്ലെ? എക്സിന്റെ കൂടെ -4 ഉണ്ട്. എക്സ് -4 ഉണ്ട്. ഈ -4 നമുക്ക് 0 ആക്കി കളയണമെങ്കിൽ അവിടെ ഒരു +4 കൂടി കൊടുത്താൽ മതി. അപ്പൊ -4ഉം +4ഉം 0 ആവും അല്ലെ? -4 + 4 0 അല്ലേ? ആണോ? -4 + 4 0 ആണ്. അപ്പൊ -4 എന്നുള്ള ഈ -4നെ നമുക്ക് 0 ആക്കാൻ വേണ്ടി അവിടെ ഒരു +4 നമ്മൾ കൊടുത്തു. അപ്പൊ സെയിം ടൈം RHSലും അതേ ചേഞ്ച് നമ്മൾ വരുത്തണം. 7 + 4. LHSൽ നമ്മൾ 4 ആഡ് ചെയ്യുമ്പോൾ RHSൽ നമ്മൾ 4 ആഡ് ചെയ്യുന്നു. അപ്പൊ എത്ര വരും? ഇവിടെ ഇപ്പോ -4ഉം +4ഉം പോയി. ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. x = 7 + 4 11. എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 11 ആണെന്ന് കിട്ടി അല്ലെ? ഇനി എങ്ങനെ വെരിഫൈ ചെയ്യാം? വെരിഫൈഡ് റിസൾട്ട് എന്നും കൂടി ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വെരിഫൈ ചെയ്യാൻ ഈ x - 4 = 7 എന്നുള്ളത് LHSും RHSും 4 + 7 = 11. 4 + 7 = 11 അല്ല, അങ്ങനെയല്ല വെരിഫൈ ചെയ്യണ്ടേ. വെരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? LHSും RHSും ഈക്വൽ ആണോ നോക്കിയാൽ മതി. എക്സിന്റെ പ്ലേസിൽ 11 എന്നുള്ള വാല്യൂ കൊടുത്തിട്ട് LHS എത്ര വരും? LHS 11 - 4 എത്രയാ? 7. RHSോ? RHS എത്രയാന്ന് തന്നിട്ടുണ്ട്? 7 ആണെന്ന് തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ LHS = RHS. എക്സിന്റെ വാല്യൂ 11 ആവുന്ന സമയത്ത് LHSും RHSും ഈക്വൽ ആയിരിക്കും. അതായത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന വാല്യൂ കറക്റ്റ് ആണ്. ഇങ്ങനെയാണ് നമ്മള് അപ്പൊ കറക്റ്റ് ആണെങ്കിൽ LHS = RHS കിട്ടുമോ? കറക്റ്റ് ആണെങ്കിൽ LHS = RHS എന്ന് കിട്ടും. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ LHSും RHSും ഈക്വൽ ആയിട്ട് കിട്ടില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. സോൾവ് y + 9 = 4. Solve y + 9 = 4. ഇവിടെ y-ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. y-ന്റെ വാല്യൂ LHSൽ y-ന്റെ കൂടെ 0 വരണമെങ്കിൽ y + 9 y + 9 - 9 കൊടുത്താൽ മതി. അപ്പൊ അതേപോലെ തന്നെ RHSലും 4 - 9. അപ്പൊ ഇവിടെ ഇത് രണ്ടും പോയാല് y = 4 - 9 - 5. y-ന്റെ വാല്യൂ -5. ഇനി ഇതെങ്ങനെ വെരിഫൈ ചെയ്യാം? LHS = -5 + 9. -5 + 9 എത്രയാ? ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ സൈഡ് ഡിഫറൻസ് 4 + 4. ഇനി RHS എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 4. അപ്പൊ നമുക്ക് എന്ത് പറയാം? LHS = RHS. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന y = -5 എന്ന് പറയുന്ന വാല്യൂ കറക്റ്റ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം നോക്കട്ടെ. ഓക്കെ, പേജ് നമ്പർ 98 ഒന്ന് എടുത്തേ.
മിസ് പേജ് നമ്പർ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ ഒന്ന്. പേജ് നമ്പർ 98 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Give the first step. You will use to separate. അതൊന്നും വേണ്ട. ആ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയേ. അതായത് x minus 2 equal to 0യും x plus 3 equal to 0യും അത് രണ്ട് സോൾവ് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. വെരിഫൈ ചെയ്യൊന്നും വേണ്ട. x minus 2 equal to 0, x plus 3 equal to 0. അതിൽ എക്സിന്റെ വാല്യൂ ആ രണ്ട് ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കി. ആദ്യത്തെ ക്വസ്റ്റ്യൻ x minus 2 equal to 0. x minus 2 equal to 0 എന്ന് പറയുമ്പോൾ x minus 2 plus 2 equal to 0 plus 2. x equal to plus 2 അല്ലെങ്കിൽ x equal to 2. അടുത്തത് അതേപോലെ x plus 3 equal to 0. x plus 3 minus 3 equal to 0 minus 3. x equal to minus 3. അടുത്തത് x minus 5 equal to 3. x minus 5 plus 5 equal to 3 plus 5. x equal to 8. അടുത്തത് x plus 7 equal to 5. x plus 7 minus 7 equal to 5 minus 7. x equal to minus 2. അടുത്തത് അഞ്ചാമത്തത് x minus 3 equal to minus 8. x minus 3 plus 3 equal to minus 8 plus 3. x equal to minus 5. അടുത്തത് x plus 5 equal to 5. x plus 5 minus 5 equal to 5 minus 5. x equal to 0. ഇതുപോലെ തന്നെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ മിസ് നാലാമത്തെ തെറ്റാ, ബാക്കിയെല്ലാം ശരിയാണ്. ഓക്കെ, എല്ലാവരും കുഴപ്പമില്ല. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ട്രാൻസ്പൊസിഷൻ. പേജ് നമ്പർ 93. Transposition. A term of an equation may be taken from one side of the equation to the other without affecting the equality of the statement, provided its sign is changed. That is, from positive to negative or from negative to positive. This process is called transposition. നമ്മൾ ഓൾറെഡി പണ്ട് മുതലേ ചെയ്യുന്ന സംഭവമാണ്. എന്ത്, ഒരു ഇക്വേഷന്റെ LHS നിന്ന് RHS ഒരു
നമ്പർ നമ്മൾ മാറ്റുന്ന സമയത്ത് ആ ഇക്വേഷന്റെ ഈക്വാലിറ്റിയില് ഡിഫറൻസ് വരാതിരിക്കാൻ എന്ത് ചെയ്യുന്നു? LHSലുള്ള പ്ലസ് നമ്പേഴ്സ് പോസിറ്റീവ് നമ്പേഴ്സ് RHSലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ആവും. അതായത് അഡീഷൻ എന്നുള്ളത് അപ്പുറത്തോട്ട് പോകുമ്പോൾ നെഗറ്റീവ് മൈനസ് ആവും. സബ്ട്രാക്ഷൻ എന്നുള്ളത് RHSലേക്ക് പോകുമ്പോൾ അഡീഷൻ ആവും. ഓക്കെ, അതിനെയാണ് ട്രാൻസ്പോസിഷൻ എന്ന് പറയാം. എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് പറയുന്നത് 3നെ നമ്മൾ പ്ലസ് 3യെ നമ്മൾ RHS സൈഡിലേക്ക് എടുക്കുമ്പോൾ -3 ആവും. എക്സ് മൈനസ് 7 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനിൽ -7 എന്നുള്ളതിനെ നമ്മൾ RHS സൈഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് +7 ആവും. അപ്പൊ എക്സ് ഈക്വൽ ടു 7 കിട്ടും. നെക്സ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതിപ്പോ എടുത്താൽ നിങ്ങൾക്കൊന്നും തലയിൽ കയറില്ല. ഓക്കെ, ദെൻ അതേ എക്സൈസ് 7B പേജ് നമ്പർ 98 അല്ലെങ്കിൽ വേണ്ട, അത് പിന്നെ ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷനും കൂടെ പറഞ്ഞതിന് ശേഷം ഹോംവർക്ക് തരാം, സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോ നിങ്ങള് പാരന്റ്സിനോട് പറയണം ഇന്നതുപോലെയാണ് മാത്സിന്റെ ചാപ്റ്റേഴ്സിന്റെ കാര്യങ്ങള്. ഇന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ നമ്മൾ പറഞ്ഞേ? 5ാമത്തെ ചാപ്റ്ററും 19ഉം 20ഉം നമ്മൾ ഒഴിവാക്കുകയാണ്. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് ടൈം കിട്ടുന്നത് പോലെ എടുത്ത് തീർക്കാം. കേട്ടല്ലോ? ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം. എന്താ